ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരിൽ നിന്ന് അപ്പോൾ അറിയിച്ചിട്ടുള്ള ഒരു വിവരം. അനുഭവമില്ലെന്ന് എന്തനുഭവമില്ലെന്ന് അനുഭവമില്ലെങ്കിൽ കാശുവാലി നിർത്തരുത്. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. കേരള മനസ്സാക്ഷി മുഴുവൻ ഈ കൊലയാളിക്ക് എതിരു നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന ധ്വനിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിരൂക്ഷമായി തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും PG വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിരിക്കുന്നത്. മന്ത്രി മാപ്പ് പറയണം എന്ന് തന്നെയാണ് ആവശ്യം. പ്രതിപക്ഷവും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പടി കൂടി കടർത്തി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കരാട്ടെയൊക്കെ പഠിച്ചിട്ട് വേണോ ഡോക്ടർമാർ ഇനി ചികിത്സയ്ക്ക് വരേണ്ടത് എന്നതാണ്. സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് സർക്കാരിനാണ്. ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ് പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം സംഭവിച്ചതിന്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കേണ്ട നമ്പർ 047135412100. ആദ്യം തിരുവനന്തപുരത്ത് PG വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. മന്ത്രി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലേക്ക് ഐശ്വര്യ, എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്താണ്? ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭരണസിര കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെ വലിയ പ്രതിഷേധമാണ് ഈ PG ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്. എന്താണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം? ഇന്ന് ഭരണസിര കേന്ദ്രത്തിലേക്ക് ഒരു പ്രതിഷേധം നടത്തുമ്പോൾ വന്ദനയ്ക്ക് നീതി ഉറപ്പാക്കണം, അത് തന്നെയല്ലേ നമ്മളുടെ പ്രധാന ആവശ്യം? ഈ പറയുന്ന നമ്മളുടെ വിക്ടിമായിട്ടുള്ള വന്ദന ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതിയെ പരമാവധി ശിക്ഷ സർക്കാർ വാങ്ങിച്ചു കൊടുക്കുക. ക്യാപിറ്റൽ പണിഷ്മെന്റോ പറയുന്ന മാക്സിമം ശിക്ഷ എന്താണെന്ന് വെച്ചാൽ പ്രതി ആൽക്കഹോൾ വിഡ്രോവലിലൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കുറെ ലൂപ്പ് ഹോൾസ് ഇതിനകത്തുണ്ട്. ഇതുവഴി പലപ്പോഴും പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കോടതി പലപ്പോഴും വരെ വെറുതെ വിടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന വന്ദനയുടെ കാര്യത്തിൽ വരരുത്, വന്ദന ഡോക്ടറുടെ സിറ്റുവേഷനിൽ വരരുത് എന്ന് തന്നെയാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് വന്നേക്കുന്ന അശ്രദ്ധയായിരുന്നിട്ടുള്ള ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്യുക. അതിന് ഈ പറയുന്ന ഇവിടുത്തെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിനോട് ആരോഗ്യമന്ത്രി മാപ്പ് പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, ഇങ്ങനെ ഇവിടെയുള്ള ഹൗസ് സർജൻ ഡോക്ടർമാരെയും PG ഡോക്ടർമാരെയും ഡിസ്ട്രിക്ട് റെസിഡൻസി പ്രോഗ്രാം എന്നുള്ള വിദ്യയിൽ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കാതെ വിടുന്നുണ്ട്. ഈ പറയുന്ന വിദ്യാർത്ഥി മാത്രമായിരുന്നു അവിടെ ആ സമയത്ത് കാഷ്വാലിറ്റി നോക്കാനുണ്ടായിരുന്നത്. ഈ ഒരു വിദ്യാർത്ഥിയാണ് അവിടെ ഫ്യൂച്ചർ ചെയ്തിരുന്നത്. ഇവിടെ ഒന്നും മതിയായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല, മതിയായിട്ടുള്ള സെക്യൂരിറ്റി ഇല്ല. നമ്മൾ ഈ പറയുന്നതിന്റെ 28-ാം തീയതി നേരിട്ട് ഒരു പത്രപ്രസ്താവന വിളിക്കുകയും അതിനകത്ത് നമ്മളുടെ ഒരു 10 ആവശ്യങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞതായിരുന്നു PG അസോസിയേഷൻ. ആ 10 ആവശ്യങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. മുൻപും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് IMA അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിച്ചു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വന്ദനയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൽ വലിയൊരു പ്രതിഷേധമല്ലേ നമ്മൾ കാണുന്നത്? അതെ, നമ്മൾ 10 പോയിന്റ് കൊടുത്തതിനകത്ത് 8ാമത്തെ കാര്യത്തിനകത്ത് പ്രധാനമായിട്ട് വ്യക്തമാക്കിയ കാര്യമായിട്ടുള്ളതാണ് ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, PG വിദ്യാർത്ഥികൾക്കും ഹൗസ് സർജൻസി വിദ്യാർത്ഥികൾക്കും മാക്സിമം സുരക്ഷ ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യം. അത് നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് നമ്മളുടെ ഒരു ഡോക്ടറുടെ രക്തസാക്ഷിയായിട്ടുള്ള ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളായാലും നമുക്ക് ഈ പറയുന്നതിന്റെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ട് തൊഴിൽ ചെയ്യുന്നിടത്ത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ലഭിക്കുന്നില്ല. ഇവിടെ മതിയായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് 80 മുതൽ 120 മണിക്കൂർ വരെയാണ്. ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ഈ പറയുന്ന രോഗിയെ നോക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈ പറയുന്ന ഒരു കരിക്കുലത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും പറയുന്ന ഗവൺമെന്റ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ പറയുന്നതിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്നതിന്റെ ഏകദേശം 8 മാസം മുന്നേ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർക്ക് അടിവയറ്റിൽ ചവിട്ടേറ്റതായിരുന്നു. അന്ന് ഗവൺമെന്റിന്റെ പാർട്ടിയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്. പറയുന്നതിന്റെ CCTV സ്ഥാപിക്കും, അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം സ്ഥാപിക്കുന്നു. ഇങ്ങനെ യാതൊരു മികവായിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലും ഇതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു CCTV അവിടെ സ്ഥാപിച്ചിട്ടില്ല, ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് അവിടെ സ്ഥാപിച്ചിട്ടില്ല, ഒരു പോസ്റ്റർ പോലും ഇതുവരെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ചിട്ടില്ല. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതായത് മുമ്പ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊന്നും
നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. അത് ഇത്തവണ അങ്ങനെ ആകരുത്. കൃത്യമായി അവർക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ ഉറച്ചു മുന്നോട്ട് പോകാനാണ് തീരുമാനം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നടത്തിയ ആ പ്രസ്താവന അത് അവരെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്മാറണം, അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. കിരൺ. അതിദാരുണമായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിച്ച് ആരോഗ്യ പ്രവർത്തകരോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ കൊച്ചിയിൽ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുന്നു. എത്രാമത്തെ ഡോക്ടർമാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണമാണ്. കോവിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവാർഡ് ലഭിക്കുന്നതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന. ഒരു മിയർ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള അനീതികളിൽ നിന്നും. ഞങ്ങളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് രാവിലെ ഡ്യൂട്ടിക്കോ പോസ്റ്റിങ്ങിനോ വരുമ്പോൾ തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്നൊരു ഉറപ്പെങ്കിലും നമുക്ക് കിട്ടിയാൽ നമുക്കത് വലിയ സന്തോഷമായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിലോ 6 മാസത്തിലോ ഇത് 1ഓ 2ഓമത്തെ പ്രക്ഷോഭം അല്ല ഇവിടെ നടക്കുന്നത്. 1ഓ 2ഓ പ്രാവശ്യമല്ല മെഡിക്കൽ സ്റ്റുഡൻസായി ഞങ്ങൾ വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിൽ വരുന്നത്. ഇതിനൊരു മറുപടി അത് മാത്രം മതി ഞങ്ങൾക്ക്. അല്ല, അറ്റ്ലീസ്റ്റ് ഇത്രയും കാലം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, അറ്റാക്സിൽ നിന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ജീവന് പ്രൊട്ടക്ഷൻ വേണമെന്ന് വരെ ആയി. നമ്മുടെ ആഗ്രഹത്തിന്റെ അത്ര താഴ്ന്നു. അതെങ്കിലും ഒന്ന് കേൾക്കണമെന്നാണ് നമ്മുടെ. ഇനി ഇങ്ങനെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ വേണമെന്നുള്ളതാണോ ആവശ്യം? തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ മുദ്രാവാക്യത്തിൽ തന്നെ നമ്മളാരും ദൈവങ്ങളല്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ ആദ്യം നമ്മൾ വരുന്നത് ഇതുപോലെ ഹെൽത്ത് വർക്കേഴ്സിന്റെ അടുത്താണ്. അവർക്ക് മിനിമം പ്രൊട്ടക്ഷൻ കൊടുക്കട്ടെ. അത് സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ മനുഷ്യർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതുപോലൊരു സ്വന്തം ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന ഒരാളുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മുടെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യുന്നത്? അതിരൂക്ഷമായ ഭാഷയിലാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. തൊഴിലെടുക്കാൻ അവർക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത്. മറ്റെന്തെങ്കിലും അവകാശത്തിന് വേണ്ടിയല്ല, തങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ സുരക്ഷയെങ്കിലും ഞങ്ങൾക്ക് ഒരുക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്നതുകൂടി പറയുന്നു. ഇത് ആദ്യമായിട്ടല്ല ഞങ്ങളിങ്ങനെ സമരത്തിന് വരുന്നത്. പലകുറി ഇത്തരം ഈ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് വരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതുകൂടിയാണ് ഡോക്ടർമാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കേരളീയ സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമടക്കം നാണക്കേടുണ്ടാകുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടറെ ചികിത്സയ്ക്കിടയിൽ ചികിത്സിക്കുന്ന രോഗി
കുത്തി കൊലപ്പെടുത്തുക, കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ അടക്കം കുത്തി കൊലപ്പെടുത്തുക ഒരിക്കലും കേരളം പോലെ ഒരു നാട്ടിൽ സംഭവിക്കാത്തതാണ്. അത് ലഹരിയുടെ പിടിയിലായാലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായാലും അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ഒരു ഡോക്ടർക്ക് സുരക്ഷിതമായി തന്നെ ഒരു രോഗിയെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് രോഗികളെ ചികിത്സിക്കാൻ കഴിയുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. പന്തളത്തു നിന്നുള്ള ജോയലാണ് ചേരുന്നത്. ജോയൽ, എനിക്കും ജോയലിനുമെല്ലാം നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്, പൊതുവെ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം എക്സ്പീരിയൻസിന്റെ കുറവ് കൂടി ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് മട്ടിലാണ് പറയുന്നത്. മന്ത്രി ഇപ്പോഴും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല, വളച്ചൊടിച്ചു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഓക്കെ, ഞാൻ ഈ വാർത്ത രാവിലെ മുതൽ കണ്ട ആളാണ്, ഇതിന്റെ ലൈവ് ടെലികാസ്റ്റും കണ്ടിരുന്ന ആളാണ്. മന്ത്രി പറഞ്ഞത് ഞാൻ മാതൃഭൂമി ന്യൂസിലാണ് കണ്ടത്. മാതൃഭൂമി ന്യൂസിലെ മന്ത്രി ഇത് ഡോക്ടറുടെ വാർത്ത, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ശേഷം മാതൃഭൂമിയിലെ കണ്ണൻ നായർ എന്ന റിപ്പോർട്ടർ ഡോക്ടർ അവിടെ വളരെ വികാരത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഡോക്ടറോട് പറഞ്ഞ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടറോട് പറഞ്ഞത്, മന്ത്രി പറഞ്ഞത് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടറായിരുന്നു, അടിയും തടയും കളരിയൊക്കെ പഠിക്കണമെന്നാണ് പറഞ്ഞത്. അത് കേട്ടോണ്ട് ആ ഡോക്ടർമാർക്ക് വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് അവർ മറുപടി പറഞ്ഞത്. ഈ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നത്. മന്ത്രി മാപ്പ് പറയല്ല വേണ്ടത്, മന്ത്രി സത്യത്തിൽ മാതൃഭൂമിക്കെതിരെയും കണ്ണനായർക്കെതിരെയും കേസ് കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇത്രയും ദുരന്തം ഉണ്ടായ ഒരു സംഭവത്തിൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾ നടത്തുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും കുത്തിത്തിരിപ്പ് നടത്തിയതല്ല. മന്ത്രിയുടെ വാക്കുകൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കാം, ഞങ്ങൾ കേൾപ്പിക്കാം. അല്ല, ഞാൻ കേട്ടു, ഞാൻ ലൈവ് റെക്കോർഡ് ചെയ്ത് ഞാനത് ട്വിറ്ററിലും FB-ലും പോസ്റ്റ് ചെയ്ത്. അങ്ങനെ ഒരു വാക്ക് മന്ത്രി പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്? മന്ത്രി പറഞ്ഞതിൽ തെറ്റില്ല എന്നല്ല, മന്ത്രി പറഞ്ഞത് തെറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മന്ത്രി പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ, ആ ഡോക്ടർമാർ പല കാര്യങ്ങൾ പല ആളുകൾ പറയും, അതെല്ലാം വിവേചന ബുദ്ധിയോടുകൂടി പറയാൻ ഉത്തരവാദിത്തം ഒരു മന്ത്രിക്കില്ലേ? അല്ലാതെ ആരെങ്കിലും പറയുന്നതെല്ലാം വിളിച്ചു പറയാൻ എന്തിനാ മന്ത്രി? മന്ത്രി ലൈവ് പത്രസമ്മേളനമായിരുന്നു. മന്ത്രി അവിടുന്ന് ഇറങ്ങി വന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളകത്ത് കയറി എന്താണ് ദൃക്സാക്ഷികളോട് പിന്നീട് ചോദിച്ചപ്പോൾ ഇത് തന്നെയല്ലേ അവരും പറഞ്ഞത്. ഒരു ചെറുപ്രായത്തിലുള്ള ഡോക്ടർ കുത്തേറ്റ് മരിക്കുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇയാൾ കുത്തുമ്പോൾ തടയാൻ കഴിയുമായിരുന്നോ? എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പകച്ചു നിന്നുപോയി. അവർ ഇത്തരം വെട്ടും കുത്തും കണ്ടിട്ടില്ല, അവർ പകച്ചവിടെ നിന്നുപോയി. മറ്റു ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പകച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കുത്താൻ വരുന്നതിനൊക്കെ നേരിട്ട് ശീലിച്ചവരാണ്. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടല്ല, അത് നമ്മൾ തന്നെ വണ്ടിയുടെ നമ്മൾ റോഡിലോട്ട് ചാടി ഒരു പെട്ടെന്നൊരു വണ്ടി വരികയും ചെയ്താൽ നമ്മൾ അനങ്ങാതെ നിന്ന് പോകും. ആ ഒരു ഷോക്കാണ് ഉണ്ടായി എന്ന് മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞതാണ് മന്ത്രി വീണ്ടും പറഞ്ഞത്. ഞാൻ പറയുന്നത് മന്ത്രി മാപ്പ് പറയല്ല വേണ്ട, മന്ത്രി മാതൃഭൂമിക്കെതിരെയും കണ്ണനായർക്കെതിരെയും കേസ് കൊടുക്കുകയും വേണം. അത് താങ്കളുടെ അഭിപ്രായം. എന്തായാലും അങ്ങനെ കേരളത്തിൽ ഇതുവരെ ഞങ്ങളോട് പ്രതികരിച്ചവരും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ മന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ വളരെ വ്യക്തമാണ്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകാനുണ്ട്. ജെയിനയാണ് ഒറ്റപ്പാലത്ത് നിന്നും. ജെയിന, കേരളത്തിനാകെ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. ഒരു യുവ ഡോക്ടർ അവരുടെ ജീവൻ അകാലത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് സുരക്ഷ ഒരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴും സുരക്ഷ ഒഴുക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ തിരുത്തലിനപ്പുറത്തേക്ക് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് കുറവിനെ കുറിച്ചൊക്കെയാണ് മന്ത്രി പ്രതിപാദിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കിപ്പോ പറയാനുള്ളത്, കൊച്ചുങ്ങൾ പഠിക്കുന്നു, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പനും അമ്മയും അത്ര ബുദ്ധിമുട്ടിയാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നത്. അവരെ പഠിപ്പിക്കുമ്പോൾ ഈ ഗവൺമെന്റ് വേണം. ഇന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താ? ശ്രദ്ധയില്ല, എക്സ്പീരിയൻസ് ഇല്ല. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനകത്ത് തുടരാൻ വലിയ സഹായമാണോ? ഈ മക്കളെ നോക്കണ്ട ഈ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ച് പോകാനല്ലേ നോക്കേണ്ടത്? നമ്മുടെ ശൈലജ മേഡം ഉണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചില്, കഴിഞ്ഞ 5 വർഷത്തില്. ആ മേഡം എത്ര ബെറ്ററായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിനെയല്ലേ നമുക്ക് ആരോഗ്യമന്ത്രിയായിട്ട് വേണ്ടിയത്? ഇങ്ങനെ ഈ കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ 2-3 പോലീസുകാർ ഇങ്ങനെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ വേണ്ടിയതല്ലേ? എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞത് ശരിയാവുന്നതാണോ? നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കും, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തന്നെയല്ലേ വരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തന്നെ ഈ ലോകത്ത് വരുന്നത്. എന്തും വേണ്ടി കുഞ്ഞുങ്ങളാ ലോൺ എടുത്തും മറ്റുള്ള രീതിയിലും പഠിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ ജീവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞു പോയ എന്താ ചെയ്യുക? എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വേണ്ട, നമ്മുടെ ഈ ഭരണത്തിന് വേണ്ട. കാരണം നല്ലൊരു ആ ശൈലജ മേഡത്തിനെ നമുക്കൊന്ന് കൊണ്ടുവന്നാൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് മുന്നോട്ട് പോകാം. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ മന്ത്രിമാര് പറയരുത്. കാരണം കുഞ്ഞുങ്ങൾ പഠിച്ച് 10-24 വയസ്സായ ഒരു കുഞ്ഞാ പോയത്.
രാവിലെ തൊട്ടിരിക്കുന്ന കണ്ണുനീരാ കേട്ടോ ഇത്. നമ്മുടെ മക്കൾ ഇതേമാതിരിയല്ലേ? എനിക്ക് അതാണ് പറയാനുള്ളത്. ഹലോ, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. സമാനമായ രീതിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിനു നേരെ രോഗിയുടെ ആക്രമണം. നഴ്സിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഒരേ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഒരു രോഗി നഴ്സിന്റെ കൈ ഒടിച്ചിരിക്കുന്നു. കൂടുതൽ വിവരവുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് സംഭവം? കിരൺ, ഇത് ഇന്നലെ രാവിലെ ഉണ്ടായ സംഭവമാണ്. ഈ നഴ്സ് ഇപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഈ ന്യൂറോ വിഭാഗത്തിൽ സർജറിക്ക് ശേഷം കഴിയുന്ന രോഗിയായിരുന്നു. ഈ രോഗിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ നഴ്സിന്റെ അടുത്തെത്തിയത്. ഈ നഴ്സിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ സിറിഞ്ചുകൾ വലിച്ചെറിഞ്ഞ ശേഷം ഈ നഴ്സിനെ ആക്രമിക്കുകയായിരുന്നു. കൈ പിടിച്ച് തിരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കടുത്ത വേദന ഉണ്ടായിരുന്നു. പിന്നീട് ചികിത്സ തേടിയപ്പോഴാണ് ഈ കൈക്ക് പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് പ്ലാസ്റ്റർ അടക്കം വിശ്രമത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് ബൈസ്റ്റാൻഡർ അടക്കമുള്ളവരുണ്ടായിരുന്നു. ബൈസ്റ്റാൻഡർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ രോഗി ഇടയ്ക്കിടയ്ക്ക് വയലൻസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് ഈ കൊട്ടാരക്കരയിലെ സമാനമായ സംഭവം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ആശുപത്രിക്കുള്ളിൽ ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ഒരാഴ്ചയോളമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗി കൂടിയാണ്. അയാൾ ഇന്നലെ ഡിസ്ചാർജ് ആകുകയും ചെയ്തിരുന്നു. എന്തായാലും സംഭവത്തിൽ നിലവിൽ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ പൊട്ടലും മറ്റും ഇന്ന് രോഗി തുടർ ചികിത്സയ്ക്കായി വന്നാണോ വീണ്ടും? തുടർ ചികിത്സയ്ക്ക് ഇന്നല്ല കിരൺ, അതാണ് ഞാൻ തുടക്കം തന്നെ സൂചിച്ചത്. ഈ സംഭവം ഇന്നലെ രാവിലെയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് പുലർച്ചെ ഒരു 6 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആവുമായിരുന്നു. അതായത് സർജറിക്ക് ശേഷം അവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാവിലെ ഈ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ 25-ാം വാർഡിലായിരുന്നു നേഴ്സ് ഉണ്ടായിരുന്നത്. അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സ് രോഗിയുടെ അടുത്തെത്തിയപ്പോഴായിരുന്നു ഈ കൈ പിടിച്ച് ബലമായി തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ വളരെ ശക്തമായ ഈ ഒരു അക്രമത്തിൽ തന്നെ കൈക്ക് പൊട്ടലേൽക്കുകയായിരുന്നു. പക്ഷെ കൈക്ക് വേദനയും മറ്റും ഉണ്ട്. ചെറിയ വേദന എന്ന നിലയിൽ മാത്രം ആദ്യഘട്ടത്തിൽ നേഴ്സ് ഇതിനെ കാണുകയായിരുന്നു. പിന്നീട് നാട്ടിൽ പൂഞ്ഞാറിലാണ് അവരുടെ വീട്. അവിടെ വീട്ടിലെത്തി പിന്നീട് വേദന മാറാതെ നീര് കൂടിയതോടുകൂടിയാണ് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപ്പോഴാണ് കൈക്ക് എക്സ്റേ എടുത്തപ്പോഴാണ് പൊട്ടലുണ്ട് എന്ന് മറ്റും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ നിലവിൽ പരാതികൾ പോലീസിലേക്ക് കേസ് നൽകുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആശുപത്രിക്കുള്ളിൽ ഇത്തരം സംഭവങ്ങൾ രോഗികളുടെ ബൈസ്റ്റാൻഡർമാരാണെങ്കിലും രോഗിയാണെങ്കിലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് കോട്ടയത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചികിത്സയ്ക്കിടെ രോഗിയുടെ കുത്തേറ്റ് ഒരു ഡോക്ടർക്ക് മരണപ്പെടേണ്ടി വരിക, അതേക്കുറിച്ച് മന്ത്രി പ്രതികരിക്കുമ്പോൾ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൂടി പരാമർശിക്കുക, ഇതെല്ലാം കേരളത്തിൽ സാധാരണഗതിയിൽ അസാധാരണമായ വാർത്തയാണ് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രാധികയാണ്. രാധിക, ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ, ഈ നേഴ്സുമാരും ഡോക്ടർമാരും എന്നൊക്കെ പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വന്ന മാലാക്കന്മാരാണ്. അപ്പൊ അവർക്ക് നല്ലപോലെ സുരക്ഷിതം കൊടുക്കണം. അതിന് ഇപ്പൊ വീണ ജോർജ് മന്ത്രി പറഞ്ഞല്ലോ, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് അവർ ഓടി രക്ഷപ്പെടാൻ പറ്റാതെ പോയതെന്ന്. അത് ശരിയാണ് അവർ പറഞ്ഞത്. അവർക്ക് സർവീസ് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഓടാനും ചാടാനും ഒക്കെ എക്സ്പീരിയൻസ് കൊടുത്തിട്ടാണ് ഡോക്ടർമാരും നേഴ്സുമാരും ആകാൻ വരുന്നത്? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞത് ഭയങ്കര തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും അവർ പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവർ ഈ മന്ത്രിസഭയിൽ അവർ ഇരിക്കുന്നത് തന്നെ ശരിയല്ല. അവരെ ഉടനെ തന്നെ രാജിവെച്ച് പോകണം. അവർക്ക് സംസാരിക്കാനും പൊതുജനങ്ങളോട് പ്രതികരിക്കാനും അറിയാൻ മേലാന്നുണ്ടെങ്കിൽ അവരെന്തിനാ ഒരു മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്? ഏതൊരു ഡോക്ടർമാരോ അല്ലെങ്കിൽ ഏതൊരു വകുപ്പ് പെട്ടവരാണേലും കുറെ എക്സ്പീരിയൻസ് അതൊക്കെ വരുത്തിച്ചിട്ടാണോ ഓരോ മേഖലയിൽ ഓരോരുത്തരും വരുന്നത്? ഇവർ പറയാവോ ഇങ്ങനെ? ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വീണ ജോർജ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും അവർ പറയാൻ പാടില്ല.
അവർ ഈ കുട്ടിക്ക് 22-23 വയസ്സേ ഉള്ളൂ. ഈ കുട്ടി പ്രതികരിക്കുന്നതിന് ഓടിയില്ല, ധൈര്യമില്ല എന്നൊക്കെ അവർ പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? എന്ത് പൊട്ടുന്നു സാർ ഇവർ ഈ കുഞ്ഞിനെ കാണുമ്പോൾ. ഈ കുഞ്ഞ് അവിടെ കിടന്ന് ഞാനിപ്പോ TV കണ്ടോണ്ടിരിക്കുക. രാവിലെ മുതൽ കേട്ടപ്പോൾ മുതൽ നമുക്ക് ചങ്ക് പൊടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ല ഈ കുഞ്ഞുങ്ങളും. എല്ലാവരും അങ്ങനെ വിചാരിക്കണ്ടേ? ഇവരിങ്ങനെ പറയും. ഇവർക്കും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ഇല്ല. ഇവർക്ക് ഉണ്ടോ? ഇതിൽ തീർച്ചയായിട്ടും വീഴ്ച വരുന്നത് ഒന്ന് ഇത്ര 4 പോലീസുകാർക്ക് കുത്തേറ്റല്ലോ. അതിനുശേഷമല്ലേ ഈ കുഞ്ഞിനെ കുത്തിയത്. അപ്പൊ ഈ പോലീസുകാർ തടിയുള്ള പോലീസുകാർക്ക് ഓടിച്ചെന്ന് പിടിച്ച് മാറ്റാവുന്നതേ ഉള്ളായിരുന്നു. കോടതി ചോദിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ, വേണേ ഒരു വെടിവെക്കാറുണ്ട്. വേണ്ട, വെടിവെക്കണ്ട, ഓടിച്ചെന്ന് ആദ്യം ഇവരുടെ ബന്ധുവിനെ തന്നെയാണല്ലോ കുത്തിയത്. അപ്പൊ ചെന്ന് തടസ്സപ്പെടുത്താറുണ്ട്. അതിനുശേഷമല്ലേ ഈ കുഞ്ഞ് അതിനകത്ത് നിന്ന് വെളിയിൽ വന്നത്. ഈ 4 പോലീസുകാരുണ്ടായിരുന്നു. അവര് 4 പേരും ചെന്ന് പിടിച്ചാലും മതിയല്ലോ. ആരും പിടിക്കുവോ തടസ്സപ്പെടുത്തുവോ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കായിരുന്നോ? കോടതി ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ അല്ലായിരുന്നു പോലീസുകാരുടെ പ്രതികരണം വേണ്ടത്. ഇങ്ങനെയല്ലായിരുന്നു വീണ ജോർജ് മന്ത്രിയുടെയും പ്രതികരണം വേണ്ടത്. ഒരിക്കലും ഇവരെ ഈ മന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഇവർക്ക് അർഹതപ്പെട്ടതല്ല ഇവര്. അത്രേ ഉള്ളൂ. ഈ കുഞ്ഞിന്റെ താങ്കളുടെ വൈകാരിക അവസ്ഥ ഞങ്ങൾ കൂടി മനസ്സിലാവുന്നു. സാധാരണഗതിയിൽ ഏത് മനുഷ്യർക്കും തോന്നുന്നത് തന്നെയാണ്. വീട്ടിൽ കുട്ടികളുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങളുള്ളവർക്ക് ഏത് മനുഷ്യർക്കും തോന്നും ഇങ്ങനെ ഒരു ചെറുപ്പക്കാർക്ക് ഒരു മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമോ ഒന്നുമില്ലാതെ ഒരാൾ ജോലി ചെയ്യുന്നതിനിടയിൽ മറ്റൊരാൾ വന്ന് കുത്തി കൊലപ്പെടുത്തുന്നതിനെ തടയാൻ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല. അവർക്ക് പോലീസുകാർക്കടക്കം കുത്തേറ്റു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ, അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ളവരുടെ പ്രതികരണം ഈ രീതിയിലല്ല വരേണ്ടത് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതികരിച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി.